ഫളിൽ തങ്ങൾ അവരെ ജീവിതത്തിൽ ഞാനീ പറഞ്ഞ പോലെ ഷെയ്ഖുനായുമായി ബന്ധപ്പെട്ട് അവരെ സ്വഹബത്തിലായി. പിന്നീട് ഷെയ്ഖുനായുടെ വഫാത്തിന് ശേഷം അന്ന് ഷെയ്ഖുനായുടെ മുലാസിമായി കോഴിക്കോട് പടന്നപ്പള്ളി മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് കോയക്കുട്ടി ഹാജിൽ കിണാശ്ശേരി, അവരുമായിട്ട് ബന്ധപ്പെട്ട് ഷെയ്ഖുനായുടെ ആ കാലഘട്ടത്തിൽ ഷെയ്ഖുനായുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ സ്വഹബത്തിൽ അവർ കൂട്ടുകാരായി വെച്ച് അവരെ തന്നെ ഇഖ്വാനുകളായി വെച്ച് അവരെ കൂടെ കൂടി ഇങ്ങനെ ജീവിക്കാം. ഇത് തന്നെയായിരുന്നു തങ്ങളെ സ്വഭാവം ഉണ്ടായിരുന്നത്. അന്ന് ഷെയ്ഖുന വഫാത്തായ ശവ്വാൽ 4 കോഴിക്കോട്ട് നിന്ന് ഷെയ്ഖുനായുടെ ജനാസ മടവൂരിലേക്ക് കൊണ്ടുപോയി. അന്ന് പാതിരാ സമയത്ത് ഷെയ്ഖുനായെ, രാത്രിയായ സമയത്ത് ഷെയ്ഖുനായെ ദഫൻ ചെയ്യുന്ന രംഗം കണ്ടവർ, ആ ജനാസയുടെ കർമ്മങ്ങളിലൊക്കെ കൂടെ നിന്നവർ പലരും നമ്മുടെ കൂടെയുണ്ടല്ലോ. അന്ന് വന്യരായ AP ഉസ്താദ് അവസാനം ഖബറിലേക്കൊക്കെ വെച്ച്, സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ ഖബറിലേക്ക് നമ്മൾ ജനാസയെ ഇറക്കി വെക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് മണ്ണ് താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി സാധാരണ ജനാസ ഖബറിലേക്ക് വെക്കുമ്പോൾ മുകളിൽ എന്തെങ്കിലും ഒരു തുണി ഇങ്ങനെ പിടിക്കൽ നമ്മുടെ നാട്ടിലൊക്കെ പതിവാണല്ലോ. AP ഉസ്താദ് ജനാസ ഖബറിൽ വെച്ചതിന് ശേഷം എണീച്ച് വരുമ്പോൾ AP ഉസ്താദിൻ്റെ കയ്യിൽ ആ തുണിയുണ്ട്. നമ്മളെ ഫളിൽ തങ്ങൾ നേരായിട്ട് ചെന്നിട്ട് അവിടുന്ന് മുമ്പ് തന്നെ ഉസ്താദിനോട് അതിങ്ങോട്ട് തരിയെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വാങ്ങിയിട്ട് അരേക്ക് ഇങ്ങോട്ട് കിട്ടി. എന്നിട്ട് അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് പുതക്കാനുള്ളതാണ് ഈ തുണി എന്ന് പറഞ്ഞ് പ്രത്യേകം സൂക്ഷിച്ചു വെച്ചു. അതുപോലെ ഷെയ്ഖുനായുടെ ശരീരത്തിലെ പല ആസാറുകളും സൂക്ഷിച്ചു വെച്ചു. ഷെയ്ഖുനായെ കുളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന സോപ്പടക്കം പലതും സൂക്ഷിച്ചു വെച്ച് അവസാനം മരണത്തിൻ്റെ മുമ്പ് പ്രത്യേകിച്ചും അല്ലാതെയും പലവട്ടം പലരെയും അത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വഫാത്തിൻ്റെ തലേ ദിവസം പ്രത്യേകം അത് വീണ്ടും പറഞ്ഞ് ഏൽപ്പിച്ച്